ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായ ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം, രാം കെയർ ഓഫ് ആനന്ദി. ആൻഡ് അതിന്റെ എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജനാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഷാർജ ബുക്ക് ഫെയറിൽ. വെൽക്കം ടു ഷാർജ ബ്രോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ആദ്യത്തെ ഷാർജ ബുക്ക് ഫെയർ ആണ്. ഇവിടെയുള്ള മലയാളികൾ സത്യം പറഞ്ഞ സ്നേഹം അല്ല, ആദ്യമായിട്ടാണ് നമുക്ക് പണ്ടോട്ടുള്ള ഒരു ആഗ്രഹം ഷാർജ ഫെസ്റ്റിന് വരണമെന്ന്. അപ്പൊ അതൊരു ഗസ്റ്റായിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ ദിവസം അഖിൽ ബ്രോയുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഇന്റലക്ച്വൽ ഹാളിൽ. അദ്ദേഹം പറയുണ്ടായി പലപ്പോഴും മുന്നോട്ട് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഗസ്റ്റ് ആയിട്ട് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇല്ല, അതെ. ഞാൻ എനിക്ക് തോന്നുന്ന ഒരു 5-6 വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പക്ഷെ ബുക്കുകൾ വരണമെന്ന് ആഗ്രഹിച്ചു. അതിനുശേഷം ബുക്കുകൾ വന്നു. അപ്പൊ ഇത്തവണ രാം കെയർ ഓഫ് ആനന്ദി വലിയൊരു അടുക്ക് തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനൊപ്പം വന്ന് ഇവിടെ വന്ന ആൾക്കാരെ നേരിട്ട് കാണാനും സാധിച്ചു. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസം നമ്മളിവിടെ എല്ലാവരും മീഡിയക്കാരെല്ലാവരും ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് രാം കെയർ ഓഫ് ആനന്ദി. ഒരുപാട് ചെറുപ്പക്കാരും പുതിയതായിട്ട് മലയാളം വായിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് രാം കെയർ ഓഫ് ആനന്ദി ബുക്ക് എവിടെ കിട്ടും എന്നാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, താങ്ക് യു. അത് കേൾക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മലയാളികൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെയൊക്കെ. അതിന് എല്ലാവരോടും നന്ദി അറിയിക്കുക. തീർച്ചയായും. 17 വയസ്സിൽ ആദ്യത്തെ പുസ്തകം ഓജോ ബോർഡ് എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകം, മെർക്കുറി ഐലൻഡ്. അതിനുശേഷം ഇപ്പൊ രാം കെയർ ഓഫ് ആനന്ദി. ആ ഒരു ഗ്രോത്തിന്റെ എങ്ങനെയായിരുന്നു ആദ്യത്തെ ആ ഒരു ജേർണിയും ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു സ്ഥലവും? അത് നമ്മൾ പഠിച്ച്, അതായത് നമ്മൾ വീഴുക പഠിക്കുക അങ്ങനെയുള്ള രീതിയായിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറി വന്നതാണ്. ഇപ്പൊ ഞാൻ എന്താണെന്നുള്ളതിനുള്ള ഒരു ഇതാണ് രാം കെയർ ഓഫ് ആനന്ദി. ഇപ്പൊ മുന്നോട്ടുള്ളതും പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. വേറൊരു ചോദ്യം, അഖിൽ ബ്രോയുടെ ജീവിതത്തിൽ ആനന്ദി ആരാണ്? അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാളില്ല. ഓൺ റെക്കോർഡില്ല, ഓഫ് റെക്കോർഡ് പറഞ്ഞാൽ ഇല്ല. അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഈ ഒരു ബുക്ക് വായിച്ച പലരും പറയുന്നത് സത്യം പറഞ്ഞ ഒരു സിനിമ കാണുന്ന ഒരു ഫീലാണ്. അപ്പൊ ടോക്കിൽ പറയണ്ടായി ഇതൊരു സിനിമ ആക്കാൻ ഒരു പ്ലാൻ മനസ്സിൽ കൊണ്ട് അങ്ങനെ എഴുതിയ ഒരു ബുക്കാണോ? ഞാൻ ആദ്യമേ വിചാരിച്ചായിരുന്നു സിനിമയാക്കണമെന്ന്. പിന്നീട് അതിനുശേഷം നോവലാക്കാൻ വെച്ചു. പിന്നെ അത് സിനിമാറ്റിക് മോഡലിൽ എഴുതിയതാണ്. അപ്പൊ അത് കാണുന്ന ഒരാൾക്ക് സിനിമ കാണുന്ന ഒരു വിഷ്വൽ ചെയ്ത് വായിക്കാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ. പുസ്തകങ്ങളോടൊപ്പം തന്നെ 2018 സിനിമയുടെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമകളിൽ AD ആയിട്ട്. എപ്പോഴാണ് അഖിൽ പി ധർമ്മജൻ ഡയറക്റ്റഡ് ബൈ അഖിൽ പി ധർമ്മജൻ? കുറച്ചുകൂടെ കാലം എടുക്കും. ഞാൻ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം സിനിമയാന്ന് വിചാരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ പലരും ഇപ്പൊ എൽഡേഴ്സ് ഇത്തിരി മുതിർന്നവരൊക്കെ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, ചെറുപ്പക്കാർ വായിക്കുന്നില്ല. നമ്മുടെ ജനറേഷനിലുള്ളവർ അധികം വായന കുറവാണ്, സോഷ്യൽ മീഡിയയിലാണ്. പക്ഷെ ഈ ഒരു പുസ്തകത്തിന്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കൂടുതൽ പരിചയപ്പെട്ട ഒരു പുസ്തകമാണ്. സോ ഹൗ ഹാസ് സോഷ്യൽ മീഡിയ ഹെൽപ്പ്? സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു സപ്പോർട്ടാണ്. നമുക്ക് കാലത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ പുസ്തകം ഒരു ട്രെൻഡ് ആകുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അത് എന്റെ ബുക്കാകുമ്പോൾ വളരെയധികം സന്തോഷം. അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഷാർജ ബുക്ക് ഫെയറിലാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പുസ്തകമേള. ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പുതിയതായിട്ട് ഫീൽ ചെയ്ത എന്തെങ്കിലും ഒരു സംഭവമുണ്ടോ ഇൻ ടേംസ് ഓഫ് ഓഡിയൻസ് വൈസ്? ഈ ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഇത്രയും ലാംഗ്വേജ് ബുക്ക് സ്റ്റാളുകളുണ്ട്. എനിക്ക് തമിഴിലും ഇംഗ്ലീഷിൽ ഇത് വരുന്നുണ്ട്. ഫെബ്രുവരി ഹാർപ്പർ കോളിൻസ് തമിഴിൽ കൂടെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഇവിടെ വന്നപ്പോൾ വരുന്നുണ്ട്. എനിവേ, വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഓൺ യുവർ ജേർണി. തീർച്ചയായിട്ടും ഇറ്റ് വാസ് വണ്ടർഫുൾ മീറ്റിംഗ്. താങ്ക് യു സോ മച്ച്.